നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ ക്രാഷ് കോഴ്സാണ്. ഇത് കേരള സിലബസ് ആൻഡ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. ഇതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വഴി സാധിക്കുന്നില്ല എങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോൺ ക്ലാസ് 12 ക്രാഷ് PCM ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നും എങ്ങനെ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെക്ടർ ആൾജിബ്രയിലെ 6th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ I cap plus 3j cap plus 7k cap on the vector 7i plus j plus 8k cap. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. എ എന്നൊരു വെക്ടറും ഉണ്ട്, അതുപോലെ തന്നെ ബി എന്നൊരു വെക്ടറും ഉണ്ട്. ഇനി എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എ വെക്ടർ ബി വെക്ടർ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. ഇനി എയിൽ നിന്ന് ഒരു ഷാഡോ, ഇവിടുന്ന് ഒരു ലൈറ്റ് സോഴ്സ് വരുവാണെങ്കിൽ, ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെന്ന് കരുതുക, മുകളിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് എയിൽ വന്ന് വീണിട്ട് നോക്കിക്കേ, ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് എയിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? എയിൽ ലൈറ്റ് ബ്ലോക്ക് ആയിട്ട് എയുടെ ഒരു ഷാഡോ നമുക്ക് എവിടെ കിട്ടും? ബി എന്നുള്ള വെക്ടറിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എവ എന്നുള്ള വെക്ടറിന്റെ ഒരു കമ്പോണന്റ് ആണ് എന്ത്? ബിയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് എന്ത് പറയുന്നത്? എ കോസ് തീറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എ വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിനെ കമ്പോണന്റ് ഫോമിലാക്കുവാണെങ്കിൽ എക്സ് ഡയറക്ഷനുള്ള കമ്പോണന്റ് എ കോസ് തീറ്റായും വൈ ഡയറക്ഷനുള്ള കമ്പോണന്റ് എ സൈൻ തീറ്റായും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ സെയിം സാധനമാണ്. അപ്പൊ കമ്പോണന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ ചെയ്യണം. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറിയോ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുന്നത്. വെക്ടർ എ വെക്ടർ ബിയിൽ ഉണ്ടാക്കുന്ന ഷാഡോ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കണ്ടുപിടിക്കാനായിട്ട് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാ പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. ഇനി എന്താണ് കോസ് തീറ്റ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലെ? കോസ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഡോട്ട് പ്രൊഡക്റ്റിൽ നിന്ന് എങ്ങനെ ചെയ്യാം? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, ആരും ക്യാൻസൽ ആയി പോവും, എയും ക്യാൻസൽ ആയി പോവും. അപ്പം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് എഴുതിയാൽ മതി. കേട്ടോ? അപ്പം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമുല? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുമ്പോൾ ബിയുടെ മേളിൽ നിന്നർത്ഥം എന്ന് പറഞ്ഞാൽ ബി താഴെ വരണമെന്നല്ലേ അർത്ഥം. ആ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താ നിൽക്കുന്നത്? ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് വെക്ടർ I cap plus 3j plus 7k on the vector 7i plus j plus 8k. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഈ വെക്ടറിനെ ഞാൻ എ വെക്ടർ എന്ന് എടുക്കുന്നു, അടുത്ത വെക്ടറിനെ ഞാൻ ബി വെക്ടർ എന്ന് എടുക്കുന്നു. ഇനി പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ആദ്യം നമ്മൾ എ ഡോട്ട് ബി എന്ന് എഴുതുക, അതിനുശേഷം ഓൺ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിയുടെ മേളിൽ എന്ന് പറഞ്ഞാൽ എന്ത് വരണം? ബി താഴെ പോകണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എ ഡോട്ട് ബി ആണ്. എ ഡോട്ട് ബി എഴുതുക. എ ഡോട്ട് ബി കണ്ടാൽ എന്താ ചെയ്താൽ മതി? കമ്പോണന്റ് ഫോർമുല ആയതുകൊണ്ട് ഐകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ജെകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് കെകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അയാളുടെ കൂടെ ഉള്ളത് ആരാണ്? 1 ആണ്. 1 × 7 7 പ്ലസ് അടുത്തത് 3 × 1. ഇവിടെ 3, ഇവിടെ 1 ആണ് ജെയുടെ കൂടെ. അപ്പൊ എന്ത് വരും? 3 × 1 3 പ്ലസ് അടുത്തത് ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. 7 × 8 അത്രയും ചെയ്യാനായിട്ട് പറ്റും. 56 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഇത് മൂന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 + 3 10 ആണ്. 10 + 56 എന്ന് പറയുന്നത് 66 എന്ന് കിട്ടും. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിച്ചു, 66 എന്ന് കിട്ടി. അടുത്തത് എന്താ ചെയ്യേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി?
ബിയിലെ ഓരോ ആളുകളെയും പറക്കി പറക്കി എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. 7ന്റെ സ്ക്വയർ 49, 1ന്റെ സ്ക്വയർ 1, 8ന്റെ സ്ക്വയർ 64. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? 114 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 66 എന്ന് കിട്ടി. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് √114 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ എ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോമുല എഴുതാം? നേരെ തിരിച്ച് എഴുതിയാൽ മതി. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് എഴുതിയാൽ മതി. ഓൺ ബി എന്ന് പറയുമ്പോൾ ബിയുടെ മുകളിൽ എ താഴെ. ഓൺ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ താഴെ വരും, എ ഡോട്ട് ബി മുകളിൽ വരും. ഈ രീതിയിൽ ഓർക്കുവാണെങ്കിൽ പുഷ്പം പോലെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയുടെ ഫോമുല ജന്മത്തിൽ മറക്കത്തുമില്ല. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക.